ഇനി 2 മാസം കുട്ടികൾക്ക് വെക്കേഷനാണ്. കുട്ടികൾ നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങൾ ഈ 2 മാസത്തിൽ നിങ്ങൾ വീട്ടിലെ മുതിർന്ന ആളുകളോട്, ബന്ധുക്കളായിട്ടുള്ള മുതിർന്ന ആളുകളോട് ഒക്കെ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, അവരെ നിങ്ങൾ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ മുത്തശ്ശന്മാരുണ്ടാവും, മുത്തശ്ശിമാരുണ്ടാവും, വല്യപ്പുണ്ടാവും, വല്യമ്മണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ആര് നോക്കിയിരിക്കുന്നുണ്ട്? കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ കുട്ടികളുള്ള സമയത്ത് ഫുൾ ടൈം കുട്ടികൾ വീട്ടിലായിരിക്കും, ഇനി നിങ്ങളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അവരുമായിട്ട് സംസാരിക്കുന്നത്, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം എന്താണ്, അവരേത് രീതിയിലുള്ള, അവരോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരോട് നിങ്ങൾ കരുണ കാണിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, ഇതെല്ലാം കുട്ടികൾ നോക്കിയിരിക്കുകയാണ്. കുട്ടികൾ ഇതെല്ലാം നോക്കിയിരിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഈ പ്രായത്തിൽ കുട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണോ അവർ വളരുന്നത് അതാണ് അവർ ജീവിതത്തിൽ പകർത്തുക. ഇന്ന് നിങ്ങൾ മോശമായിട്ട് അവരോട് പെരുമാറുന്നത് കുട്ടി കണ്ടാൽ നാളെ നിങ്ങളുടെയും ഗതി അതാണ്. അവർ കൃത്യമായിട്ട് നിങ്ങളെ വാച്ച് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അവർ കൃത്യമായിട്ട് അവർ രക്ഷിതാക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത്, സംസാരിക്കുന്നത്, ഇതെല്ലാം അവർ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. നാളെ നിങ്ങളെയും അവർ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. ഇന്ന് നമ്മൾ മോശമായിട്ട് നമ്മുടെ പാരൻസിനെ, മുതിർന്നവരെ, ഏറ്റവും പ്രിയപ്പെട്ട പ്രായം ചെന്ന ആളുകളെ, അവരോട് നമ്മൾ ദയയും കരുണയും അനുകമ്പയും കാണിച്ചില്ലെങ്കിൽ, സ്നേഹവും കാണിച്ചില്ലെങ്കിൽ, നാളെ മക്കൾ നമുക്ക് കരുതി വെച്ചിരിക്കുന്നത് ഈ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ചും പാരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. വെക്കേഷനിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ ഏറ്റവും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുക, ഏറ്റവും നല്ല സ്നേഹം പ്രകടിപ്പിക്കുക, അവരോട് കരുണയുള്ളവരായി മാറുക, അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുക. ഇത്തരത്തിലുള്ള നല്ല മാതൃകകൾ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.